ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ എല്ലാത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. ഇതാ എൻ്റെ വഴുതനങ്ങ തൈയിൽ വയലറ്റ് നിറത്തിലുള്ള വഴുതനങ്ങ ഉണ്ടായി കാണുന്നുണ്ട്. ഇത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ പച്ചമുളക് തൈയിൽ ഇതാ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. പച്ചമുളക് ഒരെണ്ണം പഴുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ പഴുത്ത് കിട്ടുന്നതെല്ലാം ഞാൻ ഉണക്കിയെടുക്കാറാണ് പതിവ്. പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. രാവിലെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ പച്ച നിറത്തിലുള്ള വഴുതനങ്ങ തൈ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇതാ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചീര ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ചെടുത്ത് തോരൻ വെച്ചു. പയർ ഇതാ ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ വെണ്ടത്തൈയിൽ ഇതാ വെണ്ടക്ക ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു വെണ്ടക്ക മൂത്ത് പോയി, അതുകൊണ്ട് അതിനി പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിത്തിനായിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ വേറെ വെണ്ടത്തൈയിൽ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കണം. അതാണിന്ന് രാവിലത്തെ പണി. പുല്ലൊക്കെ ഇപ്പോൾ ഞാൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുല്ലുണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് പറിക്കാൻ പറ്റും തോന്നുന്നില്ല. കുറച്ചൊക്കെ ആയിട്ട് ചെയ്യണം. എൻ്റെ തണ്ണിമത്തൻ്റെ വള്ളി ഇതാ പുറത്തേക്ക് വന്ന് തുടങ്ങി. അതിനുള്ളിലായിരുന്നു, അത് പടർന്ന് ഇപ്പോൾ ഇതാ പുറത്ത് കാണുന്നുണ്ട്. എല്ലാതും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് പുഴുക്കളുടെ കേടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഇലകളൊക്കെ ഞാൻ പൊട്ടിച്ച് കളയും. അതുപോലെ കീടനാശിനികൾ എന്തെങ്കിലും തെളിച്ച് കൊടുക്കാറാണ് പതിവ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കീടനാശിനിയാണ് ഞാൻ തെളിച്ച് കൊടുക്കാറ്. ജൈവ കീടനാശിനി, കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന കീടനാശിനിയൊക്കെയാണ് ഞാൻ തെളിച്ച് കൊടുക്കാറുള്ളൂ. വളമായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വളങ്ങളാണ് ഉപയോഗിക്കാറ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിലേക്ക് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് അതവിടെ വയ്ക്കും. എന്നിട്ടത് 3-4 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് ഇതിന് ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. നന്നായി തന്നെ വളർന്നു വരാറുണ്ട്. മറ്റ് വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.